ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദം ശരിയായി വരുന്നേ ഉള്ളൂ, അസുഖം പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അപ്പോൾ പരീക്ഷകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുട്ടികൾ ഫ്രീ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ A4 പേപ്പറിൽ നിങ്ങളെ കയ്യിലുള്ള കളർ ഉപയോഗിച്ച്, അത് ചിലപ്പോൾ ക്രയോൺ ആവാം, അധികം കുട്ടികളും ചെറിയ കുട്ടികൾക്ക് ക്രയോൺ ആണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി കുറച്ച് ചിത്രങ്ങൾ ഞാൻ ക്രയോണിലാണ് ചെയ്യുന്നത്. ഇനി അതല്ല, വെറും പെൻസിൽ കൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുത്താലും നല്ല രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതായത് ഒരു ജിയോമെട്രിക്കൽ പാറ്റേൺ എങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ള പഠിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പുതിയ പുതിയ ഡിസൈനുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാക്കാം. അപ്പോൾ മത്സരമൊക്കെ ആകുമ്പോൾ ആനുപാതികമായി വലിയ വലുപ്പത്തിൽ ചാർട്ട് പേപ്പറിൽ തന്നെ ചെയ്തെടുക്കാനുള്ള പരിശീലനം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതും A4 പേപ്പറിലാണ് ചെയ്യുന്നത്. A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്റർ ആണെന്നറിയാലോ. അപ്പോൾ അതിൻ്റെ പകുതി 10.5 സെൻറ്റിമീറ്ററിൽ രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തിയതിന് ശേഷം മധ്യഭാഗത്തുകൂടെ ലൈറ്റായിട്ടൊരു വര വരക്കണം. ആ വര ആവശ്യമില്ല, അത് നമുക്ക് പിന്നീട് മയക്കാം. അപ്പോൾ ആ അറ്റത്തുനിന്ന് 11 സെൻറ്റിമീറ്ററിലാണ് പിന്നൊരു ബിന്ദു അടയാളപ്പെടുത്തി. ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തതിന് ശേഷം ആ ബിന്ദുവിൽ കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരച്ചതാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ പുറത്തുണ്ടാകുമല്ലോ. പിന്നീട് ആ സർക്കിൾ അതേ റേഡിയസ് കൊണ്ട് തന്നെ 6 തുല്യ ഭാഗമായി മാറ്റുകയാണ്. നമുക്കിവിടെ ഒരു ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള അകലം, കട്ട് ചെയ്ത പോയിന്റിലേക്കുള്ള അകലം നോക്കിയാൽ കൃത്യം 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. യെസ്, ഇതാ അങ്ങനെയുള്ള 10 സെൻറ്റിമീറ്ററുള്ള 6 വരകൾ. അപ്പോൾ ഒരു ഹെക്സഗൺ ആയി കഴിഞ്ഞു. ഇനി ഉള്ളിൽ ചെയ്യുന്നത് ഒരു ക്യൂബിൻ്റെ രൂപത്തിൽ മധ്യബിന്ദുവെന്ന് താഴോട്ട്. ഇനി 120 ഡിഗ്രി ചെരിവിലുള്ളൊരു വരയാണ് വരുന്നത്. എന്ന് വെച്ചാൽ സാമാന്ത്രികം റോംബസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3 റോംബസ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. യെസ്, ഇനി ആവശ്യമില്ലാത്ത വരയും വൃത്തത്തിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് റബ്ബ് ചെയ്ത് പോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അധികം കട്ടിയിൽ വരക്കാതിരുന്നത്. യെസ്, ഇനി ഈ 10 സെൻറ്റിമീറ്റർ നീളമുള്ള വരകളിൽ എല്ലാ വരകളിലും ഓരോ സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്താണ്. ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 10 ആണുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 വരെ 10 അവിടെ ഉണ്ടല്ലോ. അങ്ങനെ 6 ഭാഗത്തും പോയിൻ്റ് ഇടുക. അപ്പോൾ 6 ഭാഗത്തും പോയിൻ്റ് ഇടുക. അതുപോലെ ഉള്ളിലും 3 വരകൾ ഉള്ളിലും ഉണ്ടല്ലോ, അവിടെയും പോയിൻ്റ് ഇടുക. പിന്നീട് ഇതാ ഒന്നും ചേർത്ത് വരയ്ക്കുക. 4 ഭാഗത്തും 4 അറ്റങ്ങളിൽ മാത്രമേ ഇപ്പോൾ വരക്കുന്നുള്ളൂ. ആ വരക്കുന്ന വരയുടെ ലെങ്തും 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇതാ ഒരു ബോർഡർ പോലെ. ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഒന്നാമത്തെ പോയിന്റിലേക്ക് പാരലൽ ലൈൻസ് തന്നെയാണ് വരക്കുന്നത്. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ആ കട്ടയ്ക്ക് ഒരു ബോർഡർ പോലെയാണ്. ഇവിടെ ഡബിളായിട്ടുണ്ടാവില്ല, മധ്യഭാഗമായതുകൊണ്ട് 2 ഭാഗത്തേക്കും വരുന്ന ആ കോണായതുകൊണ്ട് 2 ഭാഗത്തും നമുക്ക് ബോർഡർ ഉണ്ട്. ഇത് ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതാ താഴെ നിന്ന് ആ ഓരോ പോയിൻറ്റും ചേർത്ത് പാരലൽ ലൈൻസ് വരക്കുകയാണ്, സമാന്തരമായിട്ട് വരച്ചിടുക. ഇപ്പോഴും വരക്കുന്ന 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ അത് താഴെ മുതൽ മേലെ വരെ ഇതേ രൂപത്തിൽ തന്നെ വരക്കുക. യെസ്, ഇവിടെയും അങ്ങനെ തന്നെ.
ഇങ്ങനെയുള്ള ചിത്രം മുമ്പ് വരച്ചതാണ്, പക്ഷേ തിരിച്ച് കട്ട് ചെയ്യരുത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈന് തിരിച്ചും അതേപോലെ വരക്കുന്നതായിട്ടാണ് കാണിച്ചു തന്നത്. പക്ഷേ ഇത് മറ്റൊരു പിന്നെ രൂപമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി ഇതാ നമ്മൾ ഇഷ്ടിക പടുക്കുന്ന രൂപത്തിൽ ഒന്നിടവിട്ടാണ് ചെയ്യുന്നത്. ഒന്നിടവിട്ട് 1 സെൻറ്റിമീറ്ററിന് വരയ്ക്കുകയാണ്. അപ്പോൾ നേരത്തെ എവിടെയൊക്കെയാണ് വിട്ടത് അവിടെയൊക്കെ വരയ്ക്കുകയാണ്. നേരത്തെ വരച്ച ഭാഗം വിടുകയും ചെയ്യുകയാണ് ആ രൂപത്തിൽ. ഇങ്ങനെയാണല്ലോ ഈ കല്ലുകൊണ്ട് പടുക്കുക. ഇഷ്ടികയാണെങ്കിലും ഒക്കെ വെച്ച് കെട്ടുക ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കല്ല് അതിൻ്റെ പകുതിയിലാണ് വന്ന് വീഴുക. അപ്പോൾ ഈ രൂപത്തിലാണ് അതുണ്ടാകുക. അപ്പോൾ രണ്ടാമത്തെ വശവും ഇതേപോലെ ചെയ്യണം. അപ്പോൾ ആ വരക്കുന്ന വരയൊക്കെ 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വരച്ച് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എന്നുള്ള രൂപത്തിലും കാണാം. അപ്പോൾ ഇങ്ങനെ രണ്ട് വശവും മുഴുവനായിട്ട് ചെയ്തെടുക്കുക. അവിടെ റൈറ്റ് സൈഡിൽ 2 വര കൂടിപ്പോയിട്ടുണ്ട്. അത് തിരക്ക് പിടിച്ച് മയക്കേണ്ട ആവശ്യമില്ല. ഇതാ ഒരു വര അതാണ്, അത് അറിയാതെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ്. അപ്പോൾ വൈറ്റ്നർ കൊണ്ട് തിരക്ക് പിടിച്ച് മയക്കണമെന്നില്ല, കാരണം അവിടെ ബ്ലാക്ക് ബോർഡറാണ് വരിക. ആ ബോർഡറിൻ്റെ ഉള്ളിൽ തെളിഞ്ഞ് കാണില്ല എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ വിട്ടത്. ഇവിടെ ഈ രണ്ടറ്റത്തും ഓരോ സെൻറ്റിമീറ്ററിന് കണക്കാക്കി തന്നെയാണ് ചെയ്യുന്നത്. ഇനി എവിടെയൊക്കെയാണ് ആ രണ്ടറ്റത്തും മുഴുവനായിട്ടും വരേണ്ടതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് വിട്ടുപോയെന്ന് നോക്കിയിട്ട് ചെയ്യുകയാണ്. ഇത് ആദ്യം ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റി വെച്ചത്. എന്നിട്ട് അതിന് ശേഷം ഇതാ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തിരക്ക് പിടിച്ചത് മയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ആ നിരയിൽ ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ബ്രൗൺ കളറിലാണ് ആ ബോർഡർ. അവിടെ ഒരു സാധാരണ ബീമിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഉണ്ടാവുക. ആ മൂല എന്ന് പറഞ്ഞാൽ ഒരു ബീമായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ പ്രത്യേകം കളർ കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ വശത്ത് മറ്റൊരു കളറാണ്. ഇത് നിങ്ങളെ കയ്യിൽ ഏതാണോ കളറുള്ളത് ആ കളർ ഉപയോഗിക്കുക കേട്ടോ. സ്കെച്ച് പെന്നാണെങ്കിൽ അങ്ങനെ, ഇനി കളർ മാർക്കറാണെങ്കിൽ അങ്ങനെ, ഇനി അല്ല ബ്രഷ് പെൻ സെറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ ചെറിയ കുട്ടികളെ കയ്യിൽ ഉണ്ടാകുന്ന കളർ ഇതാണ്, ക്രയോൺ. അപ്പോൾ മറ്റേ സ്കെച്ച് പെന്നോ മാർക്കറോ ഇല്ല എന്നുള്ളത് കൊണ്ട് പലരും വരക്കാതായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലും ചെയ്യാമെന്ന് പറഞ്ഞത്. ആ കളർ കൊടുക്കുന്നത് നിങ്ങളെ ഇഷ്ടമാണ്, ഏത് കളറാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങളെ സൗകര്യം പോലെ ഓരോന്നും മാറ്റി മാറ്റി ചെയ്തു നോക്കാം.
ഇവിടെയാണ് ആ ചുമരിൻ്റെ ഭാഗം വരുന്നത്. അവിടെ ഇഷ്ടികയുടെ കളറ്. ഈ വശത്തും ആ രൂപത്തിൽ തന്നെ. അപ്പോൾ ഈ രൂപത്തിലാണുള്ളത്. ഇനി നമുക്ക് ഇത് ഒരു തൂണിലായിരിക്കുമല്ലോ നിൽക്കുക. അപ്പോൾ താഴേക്ക് 6 സെൻറ്റിമീറ്റർ താഴ്ത്തി വരക്കേണ്ടതുണ്ട്. അവിടുന്നും കൃത്യമായി അതേ നേർരേഖയിൽ 6 സെൻറ്റിമീറ്റർ താഴ്ത്തി വരയ്ക്കുക. യെസ്. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ ഉണ്ടാകുക. അപ്പോൾ ആ മൂലയിൽ നിന്ന് അവിടത്തേക്ക് പിടിച്ചാലും അതും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 3 വരയുടെയും ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ തന്നെയാണ്. യെസ്. ഇനി ഇവിടുന്നും അതേമാതിരി 6 സെൻറ്റിമീറ്റർ താഴ്ത്തി വരയ്ക്കുക. ആ നേർരേഖയിൽ തന്നെ ആയിരിക്കണം മാത്രം. യെസ്. ഇവിടുന്നും 6 സെൻറ്റിമീറ്റർ താഴ്ത്തുക. അപ്പോൾ ചെരിവോടുകൂടിയാണ് വരിക. യെസ്. ഇനി മറ്റേ വശത്തും അങ്ങനെ തന്നെ 6 സെൻറ്റിമീറ്റർ രണ്ട് ഭാഗത്തുനിന്നും താഴ്ത്തി വരയ്ക്കുക. യെസ്. 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴെ വരും. അത് ചേർത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ കാലിനൊരു 3D എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു കഷ്ണം കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ അത് 1 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല, 1 സെൻറ്റിമീറ്റർ കുറവായിരിക്കും. എന്നിട്ട് ചെരിവ് തിരിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അത് ചെരിവ് കൂടിപ്പോകും എന്നുള്ളത് കൊണ്ട് അവിടം വരെ ചെയ്തതാണ്. യെസ്. ഇനി ഇത് കാലിന് നമുക്ക് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. പെൻസിൽ കൊണ്ട് ഷെയ്ഡ് കൊടുക്കാൻ മേലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് നീല കൊടുക്കുന്നത്. അധികം ഡാർക്കായി പോരുത്. വെള്ളത്തിൻ്റെ അളവ് വളരെ കൂടുതലുണ്ടെങ്കിലേ നീല നിറം ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു നീലയേ ഉണ്ടാവും. യെസ്. പെൻസിൽ കൊണ്ട് നമുക്കിതിങ്ങനെ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്തായതുകൊണ്ട് റൈറ്റ് സൈഡിലാണ് ഷെയ്ഡ് എന്നുണ്ട്. ഇവിടെയും റൈറ്റ് സൈഡ് തന്നെയാണ് വരേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തേലും റൈറ്റ് സൈഡ് തന്നെയാണ് വരിക. യെസ്. അത് വേണമെങ്കിൽ ഡാർക്കാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റ് കളറുകളിലോ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു ടാങ്ക് ഒരു ബീമിൽ ആ തൂണിൽ താങ്ങി നിൽക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളിൽ വെള്ളത്തോടു കൂടി നമ്മൾ കാണുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത വ്യൂ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ താഴെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. മേലോട്ടെത്തുമ്പം ചെറുതായി വരുന്ന രൂപത്തിൽ.
പരീക്ഷ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റിയ ഒരു 3D എഫക്റ്റുള്ള ഒരു നല്ല ചിത്രമാണ്. അപ്പോൾ പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ ഒരുപാട് വരുന്ന ചിത്രം തന്നെയാണ്. അത് വ്യത്യസ്ത വ്യൂവിലൂടെ വരുമ്പോൾ എങ്ങനെയാണ് എന്നും കൂടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് അത് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഒരു വലിയ ആൽബം തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാകും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് കുട്ടികൾ സ്കൂൾ തുറന്ന് നമ്മൾ ഗണിതശാസ്ത്രമേളയായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇത് കാണിച്ചാൽ തീർച്ചയായും അടുത്ത ഗണിതശാസ്ത്രമേളയിൽ നിങ്ങൾക്ക് ഒരൈറ്റം ഉറപ്പായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.